കർഷകരെ രാഷ്ട്ര സേവകരായി അംഗീകരിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കാർഷിക മേളയിൽ ഇടുക്കിയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓപ്പൺ ഫോറം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്നും കർഷകർക്ക് തുച്ഛമായ വരുമാനം മാത്രമാണുള്ളതെന്നും അതിന് മാറ്റമുണ്ടാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്തിന് മഹത്തായ കർമ്മമാണ് കർഷകർ ചെയ്യുന്നതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. മറ്റു തൊഴിലുകൊണ്ടെല്ലാം കൂലിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നും കർഷകർക്ക് തുച്ഛമായ വരുമാനം മാത്രമാണ് ഉള്ളത്. ഇതിന് മാറ്റമുണ്ടാകണം. കർഷകരെ രാഷ്ട്ര സേവകരായി അംഗീകരിക്കാനുള്ള നടപടികളും ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. കട്ടപ്പനയിൽ സ്വകാര്യ മാധ്യമം നടത്തിയ കാർഷിക മേളയിൽ ഇടുക്കിയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട ഓപ്പൺ ഫോറം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യജീവിതത്തിൽ നേരിട്ട് ഭീഷണി ഉയർത്തുന്ന സാഹചര്യങ്ങളിൽ മാത്രം അതിന് അനുമതി നൽകിയിരിക്കുന്നു. മലയണ്ണാൻ വനം പരിസംരക്ഷണ നിയമം 1972 ഷെഡ്യൂൾ 4 ഉൾപ്പെടുന്ന ജീവിയാണ്. ഇതിൽ ഉൾപ്പെട്ട ജീവജാലങ്ങൾ അപൂർവമല്ലെങ്കിലും സംരക്ഷണം ആവശ്യമാണ്. ഈ ജീവജാലങ്ങളെ വേട്ടയാടുന്നതും പിടികൂടുന്നതും വ്യാപാരം നടത്തുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. കാട്ടുപന്നി, പുള്ളിമാൻ എന്നീ വനസംരക്ഷണ നിയമം 1972 പ്രകാരമുള്ള ഷെഡ്യൂൾ 2 ഉൾപ്പെട്ടതിനാൽ ഈ വിഭാഗത്തിലെ വന്യമൃഗങ്ങൾക്ക് നിശ്ചിത തരത്തിലുള്ള സംരക്ഷണം ലഭിക്കുന്നു. എന്നാൽ ഇവ സൃഷ്ടിക്കപ്പെടുന്ന ശല്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് സർക്കാർ നിർദ്ദിഷ്ട സമയത്തേക്ക് അവയെ ഷെഡ്യൂൾ 2 നിന്നും ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുന്നണികൾ പലതും വാഗ്ദാനങ്ങൾ നിരവധി നൽകുമെന്ന് യോഗത്തിൽ സംസാരിച്ച ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. പക്ഷേ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഇച്ഛാശക്തി ബന്ധപ്പെട്ടവർ കാണിക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് ശാശ്വതവും സമഗ്രവുമായ പരിഹാരമാണ് വേണ്ടത്. മന്ത്രിസഭയും നിയമസഭയും തുടങ്ങിയവ കൂടുമ്പോൾ ഇടുക്കിയെ മനസ്സിലാക്കി സംസാരിക്കാൻ അധികൃതർക്കാവണമെന്നും ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ കൂട്ടിച്ചേർത്തു. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വരുത്തുന്ന താല്പര്യമില്ലായ്മയാണ്. വാഗ്ദാനങ്ങൾ മുന്നണികൾ പലതും പറയും. പക്ഷെ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഇച്ഛാശക്തി ബന്ധപ്പെട്ടവർ കാണിക്കണം. അത് കാണിക്കുന്നില്ല എന്ന് സാധാരണക്കാർ പരാതിപ്പെട്ടാൽ അവരുടെ പരാതിയിൽ കഴമ്പും. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതവും സമഗ്രവുമായ ഒരു പരിഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം രാരിച്ചൻ നീർണാങ്കുന്നേൽ, SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, മുൻ MP ജോയ്സ് ജോർജ്, മുൻ MLA EM അഗസ്തി, DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി, കാടവം പ്ലാന്റേഷൻ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി PR സന്തോഷ്, R കൃഷ്ണരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.